ഒരു 6 ദിവസം 8 ദിവസം 12 ദിവസമൊക്കെ പഴക്കമുള്ള അത്രയും ബോഡി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. തല മാത്രം അസ്ഥിയുണ്ട് തല. പിന്നെ 2 ഫിംഗറിന്റെ ഈ ഭാഗവും കാലിന്റെ ഫിംഗറിന്റെ ഭാഗങ്ങളൊക്കെ കുറുക്കന്മാര് നമുക്ക് കുറുനരിന്ന് വിളിക്കുന്നത് അവര് കടിച്ച് കൊണ്ടുപോയി. 1.25 ഇഞ്ച് നീളത്തിലുള്ള പുഴുക്കളാണ്. അപ്പൊ അതായത് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാറി നിൽക്കുള്ളൂ. അപ്പൊ അവിടുത്തെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാനും അപ്പുറമാണ്. ഒരു അണലി കയറിന്റെ ഒരു അടയാളമാണ് കാണുന്നത്. പാമ്പ് പുള്ളിക്ക് കയറി പോയതാണ്. പാമ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പാമ്പാണ് എന്ത് സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കിയോ? കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പാമ്പിന്റെ ഇഴയുന്ന നല്ല വലിപ്പമുള്ളതായിരിക്കും. കുഴപ്പമില്ലാത്തൊരു ഏവറേജ് ഒരു നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. പാമ്പിന്റെ വിരിവ് കണ്ടു. ഞാൻ പ്രൊഫഷണലായിട്ടും പാമ്പെടുത്തുകാരനാണ്. ശവത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ കൂടിയാണ്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടൊക്കെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പേടിയില്ല. നിങ്ങൾ എടുത്തതല്ലേ ആ ബോഡി, കാർന്നവരുടെ ബോഡി എടുക്കുന്ന നിങ്ങളായിരുന്നു അല്ലേ? ഞാൻ തന്നെയാണ്. ഏകദേശം ആള് ഇവിടെയാണ് ഹാങ് ചെയ്തത്. ഇതുമെന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരു ലെവലിലായിരുന്നു. എങ്ങനെ നിങ്ങൾ കാണുന്ന കാഴ്ച എങ്ങനെയായിരുന്നു? ഞാൻ വരുമ്പോ ശരിക്കും ഈ കാല് താഴ്ത്ത് മുട്ടിയിട്ട് കിടക്കുക, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോർഷനായിരുന്നു. നിങ്ങൾ യാതൊരു പേടിയില്ലാതെ വന്ന് കെട്ടഴിച്ച് അതായത് പോലീസുകാർക്ക് അവർക്ക് മേൽനടപടികൾ സ്വീകരിക്കണമല്ലോ. അപ്പൊ ഞാൻ എടുക്കുന്ന ബോഡികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ആയിരിക്കില്ല. ഇപ്പൊ ഈ ഇദ്ദേഹം മരണപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റി. പക്ഷെ എനിക്ക് കിട്ടുന്ന കൂടുതലും പോലീസുകാർ വിളിക്കുന്നത് ഒരു 6 ദിവസം 8 ദിവസം 12 ദിവസമൊക്കെ പഴക്കമുള്ള അത്രയും ബോഡി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കരിയാണ്ട് 100 കണക്കിനുള്ള 10, 15, 20 ദിവസവും അല്ലെങ്കിൽ മാസങ്ങൾ പഴക്കമുള്ള ശവങ്ങൾ എടുത്ത് തഴക്കവും പഴക്കമുള്ള ഹരിയാണ്. എത്ര ശവങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇതുവരെ? ഞാൻ എല്ലാവരും കണക്ക് വെക്കാറുണ്ട്. ഞാൻ പല വീഡിയോസ് കണ്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ കണക്ക് വെച്ചിട്ടുള്ളൂ. എന്നാലും 100 കണക്കിന് 100-ൽ കൂടുതൽ 100-ൽ പരം തന്നെ പറയാം. അപ്പൊ എണ്ണം വയ്ക്കാറില്ല. ഏറ്റവും പഴക്കമുള്ള എന്ന് പറയുന്നത് മാസങ്ങൾ ഏറ്റവും പഴക്കമുള്ള ബോഡി എത്ര പഴക്കമുള്ള ബോഡി എടുത്തേക്കുന്നത്? ഏറ്റവും പഴക്കം കൂടിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 21 ദിവസം മേലെ ഉള്ളു. അതാണ് ഏറ്റവും വലിയ പഴക്കം. അത് ഉണ്ടായ സംബന്ധിച്ച ഒരു പുഴവക്കത്തായിരുന്നു, ഒരു സ്ത്രീയുടെ ആയിരുന്നു. അപ്പൊ അതിനൊരു ബുദ്ധിപരമായിട്ട് ഇത്തിരി കുറവുള്ള ഒരു സ്ത്രീ ആയിരുന്നു. രാത്രിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അപ്പൊ അതിന് കാട്ടിലൂടെ ഇങ്ങനെ പുഴര ഏരിയയിലേക്ക് പോയതാണ്. ആൾ താമസമില്ലാത്ത ഒരു വിജനമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോയതാണ്. അപ്പൊ അവിടെ വെച്ച് ദിശ അറിയാതെ സ്ത്രീ അവിടെ വീണ് കിടക്കായിരുന്നു, അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഇടയിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ആ ബോഡി കാണുമ്പോ അതിന്റെ ഫോട്ടോസൊക്കെ എന്റെ കയ്യിലുണ്ട്. അതിന്റെ ഭീകരത എന്ന് വെച്ച് കഴിഞ്ഞാൽ തല മാത്രം അസ്ഥിയുണ്ട് തല. പിന്നെ 2 ഫിംഗറിന്റെ ഈ ഭാഗവും കാലിന്റെ ഫിംഗറിന്റെ ഭാഗങ്ങളൊക്കെ കുറുക്കന്മാര് നമുക്ക് കുറുനരിന്ന് വിളിക്കുന്നത് അവര് കടിച്ച് കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ അത് കാണുന്നത്. ആ ബോഡിയിൽ ഉണ്ടായെന്ന് വെച്ചാല് വെറും നമ്മുടെ 1 ഇഞ്ച് 1.25 ഇഞ്ച് നീളത്തിലുള്ള പുഴുക്കളാണ്. അപ്പൊ അതായത് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാറി നിൽക്കുള്ളൂ. ഏരിയത്തേക്ക് വരിക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഓഫീസർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു അവസ്ഥ അതാണ്. അപ്പൊ അവര് നമ്മളെ കൂടെ നിൽക്കും. ബോഡി പരമായിട്ടുള്ള മറക്കലും തിരിക്കലും അതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഞാൻ ചെയ്തോളൂ. ഒരു പേടിയില്ല. നിങ്ങൾക്ക് എന്താ ശവങ്ങളെ പേടിയില്ലാത്ത? ഒരു 3 ആള് സൂയിസൈഡ് ചെയ്ത് മരണപ്പെട്ട ആ വീട്ടില് കുട്ടിക്കാലത്ത് ഒരു ഏകദേശം 13 വയസ്സ് തുടങ്ങിയിട്ട് 18 വയസ്സ് വരെ ഒറ്റയ്ക്ക് താമസിച്ചാണ് ഞാൻ. അതെയോ? അപ്പൊ നിങ്ങളെ പറ്റി വേറെ ഒന്നും പറയണ്ടല്ലോ. അപ്പൊ പിന്നെ അത് പുറത്താരല്ല, എന്റെ കുടുംബത്തിലെ ആൾക്കാരെന്നാണ്. അപ്പൊ ഏറ്റവും കൂടി എടുത്ത് മനസ്സിൽ നിന്ന് മാറാത്ത ഒരു ഡെഡ് ബോഡി ഏതായിരിക്കും? ഇപ്പൊ ഒരു 100 കണക്കിന് എടുത്തെന്ന് പറഞ്ഞല്ലോ, അതേതായിരിക്കും? അതില് ഡെഡ് ബോഡി ആയത് അതിന് ശേഷമാണ്. നമ്മുടെ എസംപുരം കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പുഴയാണ്. ആ പുഴയിൽ കുട്ടികൾ ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കുട്ടികൾ ബോൾ എടുക്കാൻ പോയപ്പോൾ ഒഴുക്കിൽ പെട്ട് മരിച്ചു, മരണപ്പെട്ടില്ല. അപ്പോൾ ഏകദേശം എന്നെ വിളിക്കുന്നത് പോലീസുകാരാണ്. അപ്പോൾ ഫയർഫോഴ്സൊക്കെ തന്നെ ഞാൻ അവിടെ വേഗത്തും ഞാൻ അങ്ങനെയുള്ള എമർജൻസിയിൽ ഞാൻ ഓടിപ്പോകുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ നല്ല ഒഴുക്കുള്ള അപാരം ആഴമുള്ള കൂടിയ സൈഡായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അഴീക്കോട് മണിക്കൽ ചാലിലൊക്കെ മുങ്ങുന്ന ഒരാളും കൂടിയാണ്. കാരണം ഒരുപാട് ആൾക്കാരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അന്നൊന്നും മൊബൈലോ മറ്റുള്ള ഒന്നും ഇല്ലാത്തതിൻ്റെ നമുക്ക് പേരും പ്രശസ്തി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അന്ന് ആ കുട്ടീനെ 2ാമത്തെ കുട്ടീനെ ഞാൻ എടുക്കുമ്പോൾ
അതിൻ്റെ ജസ്റ്റിനിൽ ചെറിയൊരു വൈബ്രേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ തന്നെ ഞാൻ CPR കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ചേർന്നിട്ട് ആംബുലൻസിന് കൈമാറി. പക്ഷേ ഞാൻ ആംബുലൻസുകാരെ കുറ്റം പറയരുത്. ആംബുലൻസിലെ ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു നഴ്സോ അല്ലെങ്കിൽ മറ്റൊരാളും കൂടി ഉണ്ടെങ്കിൽ ഒരു ഡ്രൈവർക്ക് വാഹനം ഓടിക്കുകയും ചെയ്യാം. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഈ അപകടത്തിലിരിക്കുന്ന ആൾക്ക് CPR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തണ ഒപ്പിട്ട് അതൊരു മനസ്സിന് വിഷമം ഭയങ്കരമായിട്ടുണ്ടാക്കി. പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സർ മെഷീനത്തിൽ ഒരാൾ പെട്ടോ. അതൊക്കെ ഭീകരമായിരിക്കും അല്ലേ? അതായത് ആ മിക്സർ മെഷീനത്തിൽ പെട്ടെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഇത് അപ്പം അത് കഴി വൃത്തിയാക്കുന്നതിനിടയിൽ ഒരാള് മുടിയല്ല കൈ ഇങ്ങനെ പെട്ടതാ. കൈ പെട്ടുകൊണ്ട് മൊത്തത്തിൽ ലോക്കായി അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വരുന്നവരൊക്കെ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ബോധം കെട്ട് വീഴുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനും എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ടായിരുന്നു, റഫീഖ് ചക്രപ്പാടെന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾ രണ്ടാൾ ആംബുലൻസും കൂടി ഓടിക്കുന്ന ആൾക്കാരാണ്. ബർസാന ആംബുലൻസ് എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ കൈ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അത് ഒരുപാട് ഇത് കഴിഞ്ഞ് ആള് രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ കുറച്ചാൾക്ക് മുമ്പിട്ട് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തട്ടിയെന്ന് പറയാം. ഹരിയെ ഇപ്പം എന്നെ ഒരു കൊതു കുത്തിയാൽ പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ അടിക്കാനോ ഒന്നിനും പറ്റണില്ല. ഒരാളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രം അന്നം അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പോലും ആരില്ല എന്നത് നോക്കാൻ. എന്തിനാ ഹരിയാനെ രക്ഷപ്പെടുത്തിയെന്ന് വെച്ച് അതൊരു ചങ്കിൽ കൊണ്ടൊരു നമുക്ക് അവിടുത്തെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചായിട്ട് അപ്പം തന്നെ പോയാലും ബുദ്ധിമുട്ടുണ്ടാവും, ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് പോയാലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാനും അപ്പുറമാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാനിങ്ങനെ മാസ്കൊക്കെ വെച്ചിട്ട് പോയിരുന്നു. പിന്നീട് എനിക്കതിനോട് വലിയ ഇത് തോന്നാറില്ല. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കാര്യമുണ്ട്, ഈ ബോഡികളൊക്കെ എടുക്കുന്ന എന്നെപ്പോലെ വേറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു 4-5 ദിവസം പഴക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ വയറോ എന്തെങ്കിലുമൊക്കെ ചെറിയ ലീക്ക് വന്നിട്ട് അതിൻ്റെ വായു നമ്മൾ ശ്വസിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ മുറിവുള്ളടത്തൊക്കെ അതിൻ്റെ സ്കിന്നിൻ്റെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതെൻ്റെ അറിവുകേടാണോ അല്ലെങ്കിൽ വലിയ അറിവുള്ളവർ വല്ല ഡോക്ടർമാരെന്ന് പറയട്ടെ നോക്കാം. അതുപോലെ ബോഡികൾ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ബോഡികൾ കിട്ടുമ്പോൾ അവർക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടാവും, മുറിവ് ബ്ലഡ് ഒക്കെ ഇതൊക്കെ ഏതെങ്കിലും കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വല്ല മുറിവുണ്ടെങ്കിൽ ആ ബ്ലഡിൽ കൂടെ HIV എന്ന് പറയുന്ന അസുഖം തന്നെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ബോഡികൾ എടുക്കുന്നവർ ആരായാലും വളരെയധികം ശ്രദ്ധിക്കണം. അതോടൊപ്പം അപ്പൊ നിങ്ങൾ ഒരു ബോഡി എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എന്താ കരുതുന്ന സംഭവം എന്താണ്? നിങ്ങൾക്കൊരു ജീവിതം വേണമല്ലോ. യെസ്. അപ്പൊ അങ്ങനെ യാതൊരു മുൻകരുതലും എടുക്കാൻ പോവുകയാണോ? കാരണം ചിലയിടത്ത് നമുക്ക് പറ്റുന്നത് ഈ തെരുവ് നായകളെ ശല്യമാണ്. അത് ഒരു പോലീസുകാരൻ ആയിരിക്കും അവിടെ കാവലിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഹാങ്ങിങ് ഉണ്ടായടത്ത് ഒരു പോലീസുകാരാണ് കാവലിരുന്നത് രാത്രി മുഴുവൻ. ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ ശവത്തിന് കാവലിരുന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഒറ്റയ്ക്ക്? ഏത് പാതിരിക്കും. കൂടുതൽ റെയിൽവേ ട്രാക്കിലുള്ള ശവത്തിനാണല്ലോ കാവലിരിക്കാൻ വേണ്ടി ആൾക്കാർ പേടിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ടുണ്ടോ? എനിക്ക് താല്പര്യമാണ് അങ്ങനെ ഇരിക്കാൻ. ധൈര്യമായിട്ട് കാറ്റടിക്കുമ്പോഴൊന്നും പേടി. എനിക്ക് താല്പര്യമാണ്. എന്നെ ആര് വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ്. ശവത്തിന് കാവലിരിക്കാൻ. ശവത്തിന് കാവൽ ഇപ്പൊ പോലീസുകാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സഹായം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാതിരിക്കും ഞാൻ. നിങ്ങളുടെ മനസ്സിൽ എന്താ ഭയം ഇല്ലാത്ത എന്താ? ഇതൊന്നും ചെയ്യത്തില്ല, കള്ളത്തിലാണെന്നാണ് ഈ പറയുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ആത്മാക്കളുണ്ട്, പ്രേതമുണ്ട്, രാത്രിയിൽ മുടി അയച്ചിട്ട് വരും എന്നൊക്കെ പറയുന്നു. അങ്ങനെ സംഭവം ഇല്ലാഞ്ഞിട്ടുള്ള പേടി ഇല്ലായ്മയാണോ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനോടൊന്നും വിശ്വാസമില്ല. വിശ്വാസമില്ല. കണ്ടിട്ടുമില്ല. ഇന്ന് ഒരു രൂപത്തിൽ ഇത്രയും കാലത്തിന്റെ ഇടയിൽ എൻ്റെ ഏജ് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ സ്ത്രീകളെ എടുത്തിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട്, വൃദ്ധന്മാരെ എടുത്തിട്ടുണ്ട്, ചെറുപ്പക്കാരെ എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു രൂപം പോലും നിങ്ങൾ ജീവിതത്തിൽ കണ്ടില്ല, സ്വപ്നത്തിൽ കണ്ടിട്ടില്ല? ഇല്ല. ഇന്നത്തെ എനിക്ക് അതിനുള്ള യോഗം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്. അപ്പൊ ഇവരെ എടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു അയ്യോ അച്ഛാ ഈ ശവത്തോടെ കളി വേണ്ട അച്ഛാ എന്നൊക്കെ പേടി കുട്ടികൾക്കൊക്കെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. അതിന്റെ കാരണം കൂടി പറഞ്ഞുതരാം. എൻ്റെ മോള് ഇപ്പൊ 9ൽ പഠിക്കുന്നു. ഭാര്യക്കൊക്കെ ഇഷ്ടമാണോ ഇവിടെ? ഇഷ്ടത്തിൻ്റെ അല്ല, നമ്മുടെ ജീവിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ അരിവേടിക്കാം. അപ്പൊ നിവൃത്തിയോടെ ജോലിക്ക് ഇറങ്ങിയേക്കുന്നത്? അല്ലല്ല, നിവൃത്തിയോടല്ല, എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നു. അതിന് ഞാൻ
അങ്ങനെ ചെയ്തതിന് അവർക്ക് എന്തെങ്കിലും തരാന്ന് ഉദ്ദേശിക്കുന്നത് അവര് തരും, അത്ര മാത്രം. അല്ലാണ്ട് അത് ഇത്ര പൈസ വേണം പൈസ ഒന്നും ഉദ്ദേശമല്ല ഇറങ്ങി ഇല്ല തരിക. ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല. അപ്പൊ ഒരു ശവം എടുക്കാൻ എത്ര രൂപ കിട്ടും? അങ്ങനെ വല്ലതും ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അത് ഞാനങ്ങനെ കണക്കില്ല. കൈക്ക് തരുന്നത് അല്ലേ? അവർക്ക് ഇനി എനിക്ക് ഒരു സന്തോഷമായിട്ട് വെച്ചോളാൻ പറഞ്ഞ് അത് മേടിച്ച് പോരുന്നു. അല്ലാതെ നമുക്ക് ഇത്ര ബഡ്ജറ്റ് വേണം എന്ന് അമ്മ പറയാറില്ല. ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബം പോറ്റാൻ വേണ്ടി ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചേക്കുവാണ്. അതത്ര. അപ്പൊ എവിടെയും പോകും, ആര് വിളിച്ചാലും പോകും. ആര് വിളിച്ചാലും എവിടെ വേണമെങ്കിൽ ഞാൻ നമ്മ തയ്യാറാണ്. അത് എത്ര ഡീപ്പായാലും ഇപ്പൊ വെള്ളത്തിലായാലും എവിടെ ആയാലും നമ്മ റെഡിയാണ്. അപ്പൊ അങ്ങനെ വേറെ തരമൊന്നുമില്ല. ഒരു പഴക്കം ഞാൻ സാധനം എടുത്തിരിക്കും, എടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ അങ്ങനല്ല, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും അതിന് കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പിന്നെ നമുക്ക് വേണ്ട. നിങ്ങൾക്ക് എന്നാലും മനസ്സിൽ വിഷമം കാണത്തില്ല? ചില കുഞ്ഞുങ്ങളുടെ ബോഡി കാണുമ്പോൾ, സ്ത്രീകളുടെ ബോഡി കാണുമ്പോഴൊക്കെ ഒരു വിഷമം ഉള്ളിൽ, നിങ്ങളൊരു മനുഷ്യനല്ലേ, കാണത്തില്ലേ? സ്ത്രീകളുടെ അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ ആണ്. ഇപ്പൊ എൻ്റെ മകന്റെ പ്രായം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, 5 വയസ്സ് 4 വയസ്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രായം വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എൻ്റെ മക്കൾക്ക് പറ്റിയത് ഇങ്ങനെ ഒരു അപകടം പറ്റിയാലോ എന്നുള്ളൊരു ചിന്താഗതി വരും. ആ ഒരു വിഷമം നമുക്ക് ഈ ബോഡിയിലേക്ക് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.